ഹായ് ഫ്രണ്ട്സ്, സനൂപാണേ. അപ്പോ നമ്മൾ ഇന്ന് പുതിയൊരു ചാനലായിട്ട് പുതിയൊരു വീഡിയോ കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പൊ എല്ലാരും കേൾക്കുന്നത് ഇങ്ങനത്തെ ഭ്രാന്താണ്, ഓരോ പ്രാവശ്യവും ഓരോ ചാനലാണ്. അപ്പൊ നമ്മളെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൊ നമ്മളെ രണ്ടാമത്തെ ചാനൽ ടെർമിനേറ്റ് ആയി പോയി. അപ്പോ ഇത് നമ്മളെ പുതിയൊരു ചാനലാണ്. ഈ ചാനലിന്റെ പേര് വരുന്നത് നമ്മളെ പെസ്മലബാർ അല്ല കേട്ടോ. കാരണം സെയിം പേര് ഇനി കിട്ടൂല. നമുക്ക് 2 പ്രാവശ്യം നമുക്ക് കിട്ടി, ഇനി 3ാമത്തെ പ്രാവശ്യം കിട്ടൂല. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും ചിരി വരും, കാരണം ഓരോ പ്രാവശ്യവും ഓരോ ചാനൽ. പക്ഷെ നമ്മളിനി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുവരെ ചെയ്ത പോലെ അല്ല ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മള് പുതിയ ചാനലില് ഒരു പുതിയൊരു വീഡിയോ ആണ്. ഇപ്പൊ നമ്മള് ചാനൽ പോയതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ അവസ്ഥയിലാണ് ഇപ്രാവശ്യം പോയത്. 2 വീഡിയോക്ക് ഒറ്റയ്ക്ക് സ്ട്രൈക്ക് വന്നു. അത് സിമ്പിൾ കേസിനൊക്കെ ജസ്റ്റ് ഒന്ന് അകത്തുമ്പോ തൊട്ടതിനൊക്കെയാണ് സ്ട്രൈക്ക് വന്നത്. അതുപോലെ ചുണ്ടുമ്പോ തൊട്ടതിനൊക്കെ സ്ട്രൈക്ക് വന്നത്. അപ്പോ ഇനി നമ്മള് ഒരു കാരണവശാലും കോയിനെ കയ്യിലെടുത്തിട്ട് വീഡിയോ ചെയ്യൂല. നമ്മളിനി കോയിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സ്പേസിൽ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കോയിനെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. കാരണം എല്ലാ കോഴികളും അങ്ങനെ ചെയ്ത് നടക്കൂല. കാരണം ചില കോഴികൾ നമ്മളായിട്ട് അത്ര ഇണങ്ങൂല. അപ്പോ നമ്മൾ അതിനകത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കോഴികൾ ഓടും. അപ്പൊ അതിന് മാക്സിമം എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്ത് തുടങ്ങണം. പക്ഷെ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് പുറത്ത് വിട്ടിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ കയ്യിലെടുത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ കോയിന്റെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇനി അത്രയ്ക്ക് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ലെങ്കിലും നമുക്ക് മാക്സിമം നമ്മളെ കയ്യിന്റെ പരമാവധി നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോ പഴയ ചാനൽ പോയി, പുതിയ ചാനലാണ്. അപ്പൊ ഈ വീഡിയോ തൊട്ട് എല്ലാവരും നമ്മളെ എല്ലാ വീഡിയോക്കും ഫുള്ള് ഇനി കാണുമ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോക്കും ഒരു ലൈക്ക്, അതുപോലെ ജസ്റ്റ് കമന്റ് പറയുന്നില്ല, ഒരു ലൈക്ക് എല്ലാവരും ചെയ്തു തരും. കാരണം അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെറും 4 മാസം കൊണ്ടാണ് ഏകദേശം 1000 സബ്സ്ക്രൈബറിന്റെ മുകളിലാക്കിയതും നമുക്ക് പെട്ടെന്ന് റീച്ചായി കിട്ടിയിരുന്നു. ചാനൽ അത്യാവശ്യം 4 മാസം കൊണ്ട് ഏകദേശം ചാനൽ അത്യാവശ്യം നല്ല റീച്ചായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ 3ാമത്തെ പ്രാവശ്യം ഈ റിസ്ക് എടുക്കുന്നത്. അതല്ലെങ്കിൽ എപ്പോഴേ നിർത്തിപ്പോകും. കാരണം ആർക്കും മടുപ്പ് വരും. കാരണം അത്രയും റിസ്ക് എടുത്തിട്ട് ചാനൽ സെറ്റായി വരുമ്പോൾ തന്നെ അത് പോകും. പക്ഷെ നമ്മളങ്ങനെ തോൽക്കൂല കേട്ടോ. ഇപ്രാവശ്യം തോൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി ഞാൻ ട്രൈ ചെയ്യും. അത് കഴിഞ്ഞാൽ നിർത്തിയിട്ട് പോകും. പിന്നെ നമ്മളെ കുറെ ആൾക്കാർക്ക് കുറെ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ചാനൽ കാണുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം തന്നെ ഞാൻ നിർത്തിയാലോന്ന് ആലോചിച്ചാണ്. കുറെ ആൾ ഡെയിലി മെസ്സേജ് ആണ്, എവിടെ ചാനൽ കാണില്ല, വീഡിയോ കാണില്ലല്ലോ, സെർച്ചിങ്ങിൽ കിട്ടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് പുതിയ ചാനലാണ്, പുതിയ പേരിലാണ് കേട്ടോ. ചാനലിന്റെ പേര് മലബാർ റോയൽ അസീൽ ഫാം. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഈ ഒരു പേരിലാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് ചിലപ്പോ പഴയ ചാനൽ പറ്റ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ പഴയ പേര് നേടാൻ പറ്റില്ല. നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തിൽ ആ പേരിട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ നോക്കും. കാരണം റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് നോക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചാനലില് പുതിയ പേരിലാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 4 മാസം കൊണ്ട് 1300 സബ്സ്ക്രൈബർ ആയി. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ പെട്ടെന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, നല്ല റീച്ച് കിട്ടണം. അതാണ് നമ്മളെ ഉദ്ദേശം. അപ്പൊ ഇന്നത്തെ വീഡിയോ, നമ്മളെ ഫസ്റ്റ് വീഡിയോ ഒരു സെയിൽ പോസ്റ്റ് ആണ്. നല്ലൊരു പേര്, കത്തിക്കാലിന്റെ ഒരു പേര്, മെയിലും ഫീമെയിലും ആണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇനി കൈ പിടിച്ച് വീഡിയോ എടുക്കൂല, കോയിനെ അയച്ചു വിട്ടെടുക്കുക. അതും നമുക്കൊരു പോസിബിൾ അല്ല. കാരണം എല്ലാ കോഴികളും നമ്മൾ തോന്നിയ പോലെ കിട്ടൂല. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതിന് പറ്റിയൊരു മാർഗം നമ്മൾ നോക്കുന്നുണ്ട്. ഒരു കേജ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത് മാത്രമേ ഓപ്ഷൻ വെച്ച് ഒരു ഗ്യാപ്പ് വെച്ച് നമുക്ക് പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുന്നുണ്ട്. അതായി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും.
അപ്പൊ നമ്മൾ പുറത്ത് വിട്ട് എടുക്കേ രക്ഷയുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇനി പഴയതുപോലെ തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലോക്ക്. അപ്പൊ നമ്മള് തൽക്കാലം കുറച്ച് റീച്ച് ആകുന്നവരെ കുറച്ച് പഴയ വീഡിയോകളൊക്കെ ഇടും. നമ്മളെ പഴയ ചാനലില് സ്ട്രൈക്ക് ഒന്നും കിട്ടാത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഇട്ട് ഒന്ന് റീച്ച് ആക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും പഴയ കണ്ട വീഡിയോ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്, ഒന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് വരെയെങ്കിലും കണ്ടിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കും, കുഴപ്പമില്ല. അതുപോലെ നമ്മളെ പുതിയ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതാണ് മെയിൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഇതാണ്ടോ പൂവന്, നല്ലൊരു പൂവനാണ്. ഒരു 8 മാസം പ്രായമായിട്ടുള്ളൂ. ഒരു മഞ്ഞക്കാല്, മഞ്ഞച്ചുണ്ട്, ഉച്ചിപ്പൂല് വരുന്ന ഒരു വെള്ളൂർക്കിരിയാണ് നിനക്ക് വരുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു മീഡിയം ഹൈറ്റ്, ഒരു 3 കിലോ വെയിറ്റ് ഉണ്ട്. നല്ല ലെങ്ത് ഉള്ള വാലാണ് കേട്ടോ, നല്ല സൂപ്പർ വാലാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ക്രോസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ കോവിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ, കോവിയിട്ട് 8 മാസം കഴിഞ്ഞേ ഉള്ളൂ. നല്ല പൂവനാണ്, ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള പൂവനാണ്. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഫീമെയില്. ഇതിപ്പോൾ ഒരു എഗ്ഗിങ് കഴിഞ്ഞ് സെക്കൻഡ് എഗ്ഗിങ്ങിന് റെഡിയായി നിൽക്കുന്ന ഒരു ചെങ്കിരി ഫീമെയിൽ കേട്ടോ. ഇത് യെല്ലോ ലെഗാണ്, യെല്ലോ ബീക്കാണ്. കളർ വരുന്നത് ചെങ്കീരിയാണ്. നല്ല സ്റ്റാൻഡിങ് ഉള്ള ഒരു ഫീമെയിലാണ്. ഇപ്പോൾ സെക്കൻഡ് എഗ്ഗിങ് റെഡി ആയിട്ടുണ്ട്. ഒരു 1 വീക്കിനകത്ത് എഗ്ഗ് ചെയ്യണം. അതാണ് ഒരു മുട്ടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എഗ്ഗ് ഇറങ്ങിയ ഫീമെയിലാണ്. ഇപ്പോൾ കണ്ടോ ക്രോസിങ് തുടങ്ങിയിട്ടുണ്ട്. ഫീമെയിൽ ക്രോസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസീലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എഗ്ഗിങ്ങിനാകുമ്പോൾ ക്രോസിങ് സമ്മതിക്കുള്ളൂ ഫീമെയിൽ. ഇപ്പോൾ ക്രോസിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവനാണെങ്കിലോ ഫസ്റ്റ് ടൈമാണ് ഈ പൂവനെ ബ്രീഡിങ്ങിന് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കുട്ടികളെ കിട്ടും. ഫസ്റ്റ് ബ്രീഡിങ് ആകുമ്പോൾ നല്ല കുട്ടികളെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് രണ്ടും ഒരു കിരി കളറിലായതുകൊണ്ട് തന്നെ നല്ല കളർ, ഫുള്ള് കിരി കളറിലാവും കുട്ടികൾ വരിക. കിരി തന്നെ പല കളറിലും കുട്ടികൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പൂവൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ശങ്കിരി വരുന്നത്, അതുപോലെ ഫീമെയിലിൻ്റെ ഫാദർ വരുന്നത് നൂലാനാണ്. അപ്പോൾ എന്തായാലും കീരിയിൽ തന്നെ ആകും കുട്ടികൾ കൂടുതലും. പിന്നെ ലൈറ്റിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, നൂലാനിലൊക്കെ കുട്ടികൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു പെയറാണ്. ഇപ്പോൾ എടുക്കുന്നവർക്ക് എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു പെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോൾ എടുത്ത് കഴിഞ്ഞ് തന്നെ ഒരു ആഴ്ച കൊണ്ട് എഗ്ഗ് ചെയ്യണം. എന്തായാലും ഒരു ആഴ്ച കൊണ്ട് എഗ്ഗ് ചെയ്യും. കാരണം എഗ്ഗ് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എഗ്ഗ് ഇറങ്ങിയത് എഗ്ഗ് ചെയ്യാനാവുന്ന ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് എഗ്ഗ് ഇറങ്ങുക. അപ്പോൾ കണ്ടോ ഫീമെയിൽ എഗ്ഗ് ചെയ്യാനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടിലിങ്ങനെ കയറുന്നു ഇറങ്ങുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ ഇതൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു 10 മുട്ടയാണ് ഇട്ടത്. പ്രാവശ്യം അത്ര തന്നെ ഇടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്ര കേട്ടോ കോഴിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും കോഴികളെ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ റേറ്റിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ കോഴികൾക്ക് റേറ്റ് വരുന്നത് നമ്മൾ കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം നേരത്തെ ഈ മെയിലൊക്കെ 2500 റേഞ്ചിലൊക്കെ കൊടുത്തിരുന്നതാണ്. ഇപ്രാവശ്യം നമ്മളെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു പെയർ റേറ്റ് വരുന്നത് 3000 രൂപക്ക് ഒരു പെയർ. ഇപ്പൊ ഫീമെയിലിനെ കണ്ടില്ലേ, എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഒരു 1 വീക്കിനകത്ത് എഗ്ഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെയർ വെറും 3000 രൂപക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയില് ഫീമെയിൽ ആയിട്ട് കൊടുക്കാന്നാണ്. അതല്ല മെയില് സെപ്പറേറ്റ് ഫീമെയിൽ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മെയിലിന് 2000 രൂപ തന്നെ മതി. പക്ഷെ ഫീമെയിലിന് 1200 രൂപ അങ്ങനെ വരുമ്പോൾ സെപ്പറേറ്റ് വരുമ്പോൾ. നിങ്ങൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ലാഭം. കാരണം 3000 രൂപക്ക് എഗ്ഗിങ്ങിന് റെഡിയായ ഒരു ബാച്ച് കത്തിക്കാല്. പിന്നെ രണ്ടും കീരിയാണ്, നല്ല കളറാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു 1 വീക്കിനകത്ത് എഗ്ഗ് ചെയ്യും. നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 1.5 മാസം ആകുമ്പോഴത്തേന് ഒരു ബാച്ച് കുട്ടികളാക്കി കഴിഞ്ഞ് 2-2.5 മാസം നോക്കി കഴിഞ്ഞാൽ നിങ്ങളെ ക്യാഷ് മുതലായി. അത്രയും ഞാൻ ഗ്യാരണ്ടി പറയും. കാരണം നല്ല ആച്ചിങ് ഉണ്ടാവും. പൂവിന് നല്ല ഫ്രഷ് പൂവിനാണ്, ഫസ്റ്റ് ബ്രീഡിങ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ആച്ചിങ് ഉണ്ടാവും. അതുപോലെ നല്ല കളറുമാണ്. കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ നല്ല മാർക്കറ്റ് ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തിരിച്ചെടുക്കും, കുഴപ്പമൊന്നുമില്ല. ഒരു 1.5 മാസമായി കഴിഞ്ഞാൽ നമ്മളൊരു ടോട്ടലാകുമ്പോൾ ഒരു ആവറേജ് റേറ്റ് ഇട്ടിട്ട് നമ്മൾ തിരിച്ചെടുക്കും.
തിരിച്ചെടുക്കും. അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 1-2 പീസ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നല്ല റേറ്റിന് കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ ചെറിയൊരു റേറ്റ് കുറച്ചിട്ട് എടുക്കുള്ളൂ. കാരണം നമുക്കും പിന്നെ അത് കൊടുത്ത് അതിന്നൊരു ചെറിയ പ്രോഫിറ്റ് വേണ്ടേ. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ, കാരണം കുറഞ്ഞ റേറ്റ് ആണ്, പെട്ടെന്ന് പോകും. അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം. ഓക്കെ, ബൈ ബൈ.